രണ്ടാമതും ഏഷ്യ കപ്പിൽ ഇന്ത്യനോട് തോറ്റ പിച്ചസ്ഥാൻ സ്നേഹികളോടാണ് പറയാനുള്ളത്. ഇത്രയും ചെറ്റകളായുള്ള ആളുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും അടുപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തത് നല്ലതായി എന്നുള്ളത്. അതിന് ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. അയൽ രാജ്യമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അയൽ രാജ്യമാണ്, പക്ഷെ ശത്രുക്കളാണ്, ഭീകരരാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ എന്തിനാണ് സ്പോർട്സിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നത് സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും അല്ലേ എന്നുള്ളത്. ഈ ശത്രു രാജ്യത്തുള്ള ഈ ഭീകരത നമ്മളോട് കാണിച്ച ഈ പരനാറി ചെറ്റകളോട് കൈ കൊടുക്കാതിരുന്നതിന് സൂര്യകുമാറിൻ്റെ യാദവിനോടും നമ്മുടെ ടീമിനോടുമാണ് എനിക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് ഉള്ളത്. എന്തിനു കൊടുക്കണം? പഹൽഗാം നമ്മൾ മറക്കാൻ പാടുമോ? ഇല്ല. നമ്മൾ ഇവന്മാരെ കിട്ടുന്ന സ്ഥലത്തൊക്കെ അടിച്ച് കൊട്ടി മാറ്റിച്ച് വിടണമെന്നേ ഞാൻ പറയുള്ളൂ. കൈ കൊടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് മറ്റേ കെട്ടിപ്പിടിച്ച് ടീം സ്പിരിറ്റ് കാണിക്കേണ്ട അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കേണ്ട ആവശ്യമൊന്നും ഈ നാറികളോടില്ല. അത് ഇന്നലെ മാച്ച് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ മാച്ചിൽ എന്താ സംഭവിച്ചത്? ടോസ് കഴിഞ്ഞ് ബാറ്റിങ്ങിന് പോയ ഇവന്മാർ ആദ്യത്തെ ഒരു 10 ഓവറിൽ ഒന്ന് കത്തി. എന്നിട്ട് ഷോ കാണണമായിരുന്നു. ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഫർഹാൻ ഒരു 58 റൺ അടിച്ചടി. അതിൽ തന്നെ ബുംറ ഇന്നലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. എന്താണ് ബാറ്റൊക്കെ എടുത്തിട്ട് മറ്റേ AK-47 മാതിരി ഇങ്ങനെ വെടി വെക്കുന്ന പോലെ ക്രൗഡിക്ക് കാണിക്കുന്നത്. അപ്പം ഇവൻ്റെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ച് നോക്കി. ഇവനൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ഇപ്പം കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇത് കാണിച്ച് നാളെ ഈ പന്നയൊക്കെ എന്ത് ചെയ്യുന്നറിയാം? ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ വേണ്ടി ഒരു തോക്കും കൊടുത്തിട്ട് അവിടെ കയറി വരും, എന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോകും, ഇങ്ങനെ വെച്ചിട്ട് പോകും. അതൊക്കെയാണ് എൻ്റെ മെൻറ്റാലിറ്റി. ഇവൻ്റെയൊക്കെ സ്വന്തം രാജ്യത്തുള്ള ഭീകരരാണ് പഹൽഗാമിൽ വന്ന് നമ്മുടെ പാവം സിവിലിയൻസിനെ ഇത് ചെയ്തിട്ട് പോയെന്നുള്ളതിൻ്റെ ഒരു ലേശമെങ്കിലും ഇവൻ്റെയൊക്കെ തലയിലുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ഭീകര പ്രവർത്തനത്തിന് എതിരെയാണ് ഇവനൊക്കെ നിൽക്കേണ്ടത്. അല്ലാതെ ആ ഭീകരത ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തോക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കല്ല വേണ്ടത്, ആണ് ചെയ്യേണ്ടത്. ഈ പന്നിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, വെറും നാറിത്തരന്നേ പറയാനുള്ളൂ. എന്നിട്ടോ അതും കോപ്പിയടിയാ. മഹേന്ദ്ര സിംഗ് ധോണിയുടെ സെലിബ്രേഷനാണ് ഏത് ഇങ്ങനെ ഈ തോക്കെടുത്തുള്ള ഈ സാധനം. ധോണി ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, ശ്രീലങ്കനായിട്ടുള്ള മാച്ചാണ് ഇഫ് ഐ എം നോട്ട് റോങ്. അതും കോപ്പി അടിച്ചു. സ്വന്തമായിട്ട് ചെയ്യാൻ ഈ പന്നകൾക്ക് ഒന്നും അറിയില്ല. പിച്ചസ്ഥാൻ്റെ ആൾക്കാർക്ക് ഒരു ഒന്നുമില്ല സ്വന്തമായിട്ട്. ഏതോ കാലത്തൊരു ടീമിൻ്റെ വലിയ മറ്റേ പണ്ടത്തെ കാരണവന്മാർ ആനപ്പുറത്തിരുന്ന് പറഞ്ഞിട്ട് തഴമ്പ് കുണ്ടിക്കുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അമ്മാതിരി ടീമാണ് ഈറ്റങ്ങൾ. ആ കാലത്ത് ആരൊക്കെയോ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ഓര് കളിച്ചതിൻ്റെ ആ ഒരു സാധനത്തിന് മുകളിൽ ഇപ്പോഴും അതും പറഞ്ഞ് നടക്കുക. എന്താണെങ്കിലും തുടക്കത്തിൽ കുറച്ച് റണ്ണടിച്ച കൂട്ടത്തിലാണ് ഇവന്മാരുടെ ഈ മറ്റേ ബാറ്റ് തോക്കാക്കിയിട്ടുള്ള AK-47 പ്രകടനമൊക്കെ കഴിഞ്ഞു. ഒരു 171 റണ്ണടിച്ചു. അവർ വിചാരിച്ച് ഇപ്പോൾ എറിഞ്ഞിടാം. അവരിൽ ബുംബും അഫ്രീദി, പുതിയ ബുംബും ഉണ്ടല്ലോ, ബുംബും അവർക്ക് അറിയില്ലല്ലോ. അഭിഷേക് ശർമ്മ, പാകിസ്ഥാൻ്റെ പുതിയ അച്ഛനാണ് അഭിഷേക് ശർമ്മ. ബാപ്പ് ഇതർ ഹേ ബേട്ട, ബാപ്പ് ഇതർ ഹേ. അടിച്ച് ഫസ്റ്റ് ബോൾ 6, കരണം പോയിക്കണോ അതിലേക്ക് കിട്ടുക, ടപ്പ് ചെയ്ത് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഷോർട്ട് ബോൾ, ഒറ്റ ഹുക്ക് നേരെ പോയി സാധനം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോൾ ഇതാണെങ്കിലും അടുത്തത് ബൗണ്ടറി. കണക്കിന് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു 105 റണ്ണ് പാർട്ട്ണർഷിപ്പാണ് ഗില്ലും അഭിഷേക് ശർമ്മയും കൂടി അടിച്ചിട്ടത്. നാണം കെട്ടിട്ടുണ്ടല്ലോ. ഷോയ്ക്ക് ഒരു കുറവില്ല അവന്മാർക്ക് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ റൌഫ് ഇവനുണ്ടല്ലോ, ഈ ചെങ്ങായി ഹാരിസ് റൌഫ് മോനെ പോയി ചൊറിയണ്. ആദ്യം ഗില്ലിനെ പോയി ചൊറിഞ്ഞു. ഗില്ല് ഒരു കൂൾ ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് ചൊറിച്ചിൽ അങ്ങോട്ട് പിടിച്ചില്ല. അഭിഷേക് അവിടെ പോയി പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നമുക്ക് ലിപ്പ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഹിന്ദി അറിയുന്നവർക്ക് ലിപ്പ് വായിക്കാം. നല്ലോണം കൊടുത്തിട്ടുണ്ട്. കണക്കിന് ബോൾ പോയി പെറുക്കിക്കോടാ ഡാഷ് മോനെന്ന് പറഞ്ഞത് കണക്കിന് കിട്ടിയ അവിടുന്ന്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ബൗണ്ടറി ലൈനിൽ മറ്റേ പുല്ലും തട്ടിയിട്ട് വന്നതാ. ബൗണ്ടറി ലൈനിൽ ഇതാണ് ഉണ്ടായത്. കണ്ടാ, ബൗണ്ടറി ലൈനിൽ എത്തിയപ്പോൾ ഇന്ത്യൻ ക്രൗഡ് കോഹ്ലി എന്നത് കിങ് കോഹ്ലി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് തുടങ്ങി. ഇവന് സഹിച്ചില്ല. ഇവൻ മറ്റത് കാണിക്കുന്നത് ഏത് 6-0
6-0 എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? 6-0 ഇന്ത്യനെ തോൽപ്പിച്ച കണക്കല്ല. ഈ പഹൽഗാമിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ടൈമിൽ ഇന്ത്യൻ്റെ 6 റഫേൽ വിമാനം ഇവന്മാരെ അടിച്ചിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മണ്ടന്മാരോട് എന്ത് പറയാൻ. ആ മണ്ടത്തരം മനസ്സിലെടുത്ത് വിശ്വസിച്ച് അടി വാങ്ങി തൂറി ബൗണ്ടറിയിൽ വന്ന് നിന്നാൻ ക്രൗഡിന് നോക്കിയിട്ട് 6-0. സ്വന്തം ടീം 7-0 നക്കി പൊട്ടി നിൽക്കുകയാണ്. അതൊന്നും പ്രശ്നമല്ല. പിന്നെ 6-0 ഇല്ലാത്തൊരു സംഗതി ഏതോ രാഷ്ട്രീയക്കാർ അടിച്ചു വിട്ട സാധനമായിട്ട് ബൗണ്ടറി ലൈനിൽ വന്ന് നാട്ടുകാർ പിന്നെയും കോഹ്ലി. അപ്പോഴാണ് നിങ്ങൾ കണ്ട മറ്റേ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് പൊന്തുന്നു, ഫ്ലൈറ്റ് പെട്ടതും താന്നു വീഴുന്നു. 2 രീതിയായിരിക്കും അത്. ഒന്നില്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ അപകടം ഇവൻ ഒരു കളിയാക്കിയത്, അല്ലെങ്കിൽ റഫേൽ അടിച്ചിട്ടതിൻ്റെ കളിയാക്കൽ. ഈ തെണ്ടിക്കൊന്നും ഇവനില്ലാത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ കാണിക്കണം. നമ്മളെ പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് ഹാൻഡ് ഷേക്കിന് പോയില്ല എന്നുള്ളൂ. അതെവിടെയും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല ഹാൻഡ് ഷേക്ക് കൊടുക്കണം എന്നുള്ളത്. മനസ്സിലായോ? എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഈ തെണ്ടിയാക്ക് കൈ കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാ അവന്മാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളത്? ഒരാവശ്യമില്ല അവന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൊടുത്തില്ല. പക്ഷെ ഈ നാറികൾ കാണിക്കും നോക്കും നിങ്ങൾ. ഇതാ ഞാൻ പറയാം, കഴിഞ്ഞ വീഡിയോയിൽ ഈ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കുറേ തെണ്ടികൾ വന്ന് അവനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങാനും അബദ്ധത്തിൽ ഇവന്മാരൊരു കളി ജയിച്ചാലോ എന്തായിരിക്കും ഇവന്മാരെ ഷോ. ഇത് ജയിച്ചിട്ടില്ല. കുറച്ച് റണ്ണ് കൂടുതൽ അടിച്ചതിനാണ് ഇവന്മാരുടെ ഈ ഷോ. പട്ടി ഷോ എന്ന് ഞാൻ പറയില്ല, കാരണം എന്താ പറയുക, എൻ്റെ വീട്ടിലും പട്ടികളുണ്ട്, അവരൊക്കെ ഇതിലും അടിപൊളിയാണ്. ഇത് തീട്ടുണ്ടാക്കുന്ന എസൻസ് ഷോ, അതാണ് ഇവന്മാർ കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് ന്യായീകരിക്കാനും കുറേ മറ്റേ പിച്ചസ്ഥാൻ സ്നേഹികൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണും. അങ്ങനെയുള്ളവന്മാരോടൊക്കെ എന്ത് പറയാനിടയിൽ. അതിനിടയിൽ സഞ്ജു കൊടുത്ത ക്യാച്ച്, ആ ക്യാച്ചിന് കുറേ ഇവന്മാരിഞ്ഞ് വിവാദം ഉണ്ടാക്കും. അതങ്ങനെ, അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. ഇന്നലെ എഗെയിൻ സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൻ്റെ സമയത്ത് കൊടുത്തൊരു ഐറ്റം ഉണ്ട്. നിങ്ങൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ റൈവലറി എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണുള്ളത്? നോട്ട് എനിമോർ. ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ക്ലാസിക് സാധനം അതൊന്നും ഇല്ല. അതൊക്കെ കഴിഞ്ഞു, ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞു. നമ്മുടെയൊക്കെ അറിവ് വെച്ച കാലം മുതൽ പാകിസ്ഥാൻ വരുന്നു, തോൽക്കുന്നു, പോകുന്നു. പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് കളിക്കാൻ വരുന്നു, തോൽക്കുന്നു, പോകുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വന്താ സുട്ടാ റിപ്പീറ്റ്, ഇതാണ് അവസ്ഥ. കൊടുത്ത റിപ്ലൈക്ക് मैं एक्चुअली ये क्वेश्चन के ऊपर एक चीज़ बोलना चाहूँगा. मुझे ऐसा लगता है कि आप लोगों को ये क्वेश्चन पूछने बंद कर देना चाहिए अभी राइवलरी के ऊपर, बिकॉज राइवलरी स्टैंडर्ड राइवलरी एक ही बात है सर. कोई टीम अच्छा क्रिकेट खेले नहीं खेले, मेरे हिसाब से अगर 2 टीमें 15-20 मैच खेल रही हैं और उसमें अगर 7 ऑल है या 8-7 से कोई आगे चल रहा है तो उसको अच्छा क्रिकेट खेलना बोलते हैं और उसको राइवलरी बोलते हैं. अब 13-0 10-1 मुझे पता नहीं क्या स्टैट है, बट दिस इज नॉट अ राइवलरी एनी मोर. बट ഇതിൽ നല്ല റിപ്ലൈ എന്താണ്? തുല്യ ശക്തികൾ മുട്ടുമ്പോഴാണ് റൈവലറി എന്നൊക്കെ പറയാം അല്ലേ? തുല്യ ശക്തികൾ, അവിടെയാണ് നമ്മൾ പറയാ ശത്രുക്കൾ തമ്മിൽ മുട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കളി. ഇത് തുല്യ ശക്തികളല്ല. പാകിസ്ഥാൻ സൈഡായിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇന്ത്യനായിട്ട് ഒരു കാരണം കൊണ്ടും ഒരു രീതിയിലും ഇവന്മാർക്ക് മുട്ടാൻ പറ്റില്ല. ഇനി ക്രിക്കറ്റിൽ എന്നല്ല, എവിടെയും ലാൻഡിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും സ്കൈയിലാണെങ്കിലും ഇനി ഗെയിംസിലാണെങ്കിലും ഒന്നും ഇവർക്ക് നടക്കണ പരിപാടിയല്ല. ഇനി ക്രിക്കറ്റിലേക്ക് തന്നെ വരുമ്പോൾ സൂര്യക്ക് ഓർമ്മയല്ല എത്ര വട്ടം തോൽപ്പിച്ചു വിട്ട ഇവന്മാരെന്ന്. 7-0, ഇറ്റ്സ് ലൈക്ക് 7-0. ഇഫ് ഐം നോട്ട് റോങ് 7-0 ആണത്. അല്ല മറ്റവൻ്റെ മാതിരി എവിടുന്നോ കേട്ട കഥ 6-0 അല്ല. തോറ്റ് തൂറി നാറ്റിച്ചു വിട്ടു. ദുബായിൽ തോറ്റ നാറ്റുണ്ടല്ലോ, ലാഹോർ വരെ അടിക്കും. അങ്ങനെ മാറിയിട്ടുണ്ട് ഈ ടീമിന്. ഞാൻ പറയുമ്പോൾ ഇതുവരെ ക്വാളിഫയിങ് കിട്ടാത്ത കുറേ ടീമുകളുണ്ട് ക്രിക്കറ്റിൽ. ഇതുവരെ നമുക്ക് ഒരു മേജർ ICCI ടൂർണമെൻറ്റും കിട്ടാത്ത കുറേ ടീമുകളുണ്ട്. അവരൊപ്പം കളിച്ചാലും ഇവന്മാർ ജയിക്കാൻ പോകണില്ല. അവിടെയും മുക്കിത്തൂറും. ഞാൻ പറയുമ്പോൾ ഇവന്മാരെ ഫൈനലിലും കിട്ടണം. അവിടെയും ആട്ടി അടിക്കണം ഈ നാറികളെ. അവിടെയും കൂടി ആട്ടി അടിച്ച് പിന്നെ വരാത്ത രീതിയിലാക്കണം. ഇതിലും നല്ലത് ഈ പിച്ചസ്ഥാന് ഈ കളി ബോയ്ക്കോട്ട് ചെയ്ത് പോകുന്നതല്ലേ. അതായിരുന്നു നല്ലത്. എന്നാൽ പിന്നെ ആ പേരിലെങ്കിലും പിടിച്ചേക്കായിരുന്നു. അല്ല, ഈ ഹാൻഡ് ഷേക്കിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യേണ്ട കാരണം, ഹാൻഡ് ഷേക്കിൻ്റെ വിവാദം ആ ഒരു വിഷയം വന്ന സമയത്ത് നമ്മളെ നാട്ടിൽ ഈ പാകിസ്ഥാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡിപ്ലോമാറ്റിക് ലൈന് പിടിക്കുന്ന പലരും ഉണ്ട്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് ഈ പന്നാളെ കണ്ണിട്ട് താണ്ടൂടാ. അപ്പോൾ ഈ നാറികൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയവന്മാർ കാണിക്കുന്ന പരിപാടി അത്.
ഇതേ ഇവരുടെ ഈ ഫറാനും ഈ മറ്റേ റൌഫൊക്കെ എല്ലാവരും കൂടി ഞാൻ ഉറപ്പ് പറയാം ഇവന്മാർക്ക് നാളെ ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകാനൊരു സ്കോപ്പ് ഇട്ട് ഇവന്മാർ അതും ചെയ്തിട്ട് പോകും. കാരണം ഇവന്മാരുടെയൊക്കെ മനസ്സിനകത്ത് അത്രയും പോയിസണാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ. കളിയായിട്ട് എടുക്കാനോ ഒരു ഗെയിമായിട്ട് എടുത്തിട്ട് അത് ഗെയിം പോലെ കളിച്ച് ജയിക്കാനോ ഈ നാറുകൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എന്താണെങ്കിലും അഭിഷേക് ശർമ്മ, ശിവം ദുബെ ഇന്നലെ കളിച്ച എല്ലാവരും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിച്ച് ഇവന്മാരെ സൈഡാക്കിയിട്ടുണ്ട്. ഫൈനലിലും കൂടിയും കിട്ടണം എൻ്റെ ഒരു ആഗ്രഹത്തിന്. അവിടെയും കൂടി അടിച്ച് നാറ്റിച്ച് വിട്ടാണ്ട് ഏഷ്യ കപ്പിൽ 3 വട്ടം കളിച്ച് 3 വട്ടം തൂറ്റിച്ച് വിടണം. പിന്നെ വരരുത് ഈ നാറകൾ.